എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ അപേക്ഷയും നാളെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ രാവിലെ തന്നെ ഈ ഒരു അപേക്ഷകളൊക്കെ സ്കൂളുകളിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷൻ്റെ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളതും അതുപോലെ റീവാലുവേഷൻ്റെ ഫോമിൻ്റെ ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു PDFൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് ഈ ഒരു അപേക്ഷ നൽകാം. അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതും എത്ര വിഷയം റീവാലുവേഷന് അപേക്ഷിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് റീവാലുവേഷൻ, എന്താണ് സ്ക്രൂട്ടിനി, എന്താണ് ഫോട്ടോകോപ്പി എന്നുള്ളതും റീവാലുവേഷന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ ഏത് മാർക്കാണ് പരിഗണിക്കുക, അതുപോലെ എത്ര വിഷയമാണ് റീവാലുവേഷനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ റീവാലുവേഷനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ വരെയാണ് സ്വീകരിക്കുക. അപ്പോൾ പല സ്കൂളുകളിൽ നിന്നും നാളെ ഉച്ചവരെയാണ് ഈ ഒരു അപേക്ഷ സ്വീകരിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വിഷയം വേണമെങ്കിലും റീവാലുവേഷൻ ചെയ്യാം. എന്നാൽ ഡബിൾ വാലുവേഷൻ നടത്തപ്പെട്ടിട്ടുള്ള സയൻസ് ഗ്രൂപ്പിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ല മാത്തമാറ്റിക്സ് എന്നീ 3 സബ്ജക്റ്റുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകൾ ഒഴികെയുള്ള ഏതൊരു വിഷയവും നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ആരൊക്കെയാണ് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിക്കാം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രി റീവാലുവേഷൻ അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളം എടുക്കാം. അപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് 80 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 50 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് വെറും ഒരു 30 മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, 50 മാർക്ക് കിട്ടിയിട്ടില്ല. അതായത് 20 മാർക്ക് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ ഒക്കെ പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു റീവാലുവേഷനായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ഈ ഒരു റീവാലുവേഷൻ എന്താണ് എന്നുള്ള കാര്യം പറയാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പേപ്പർ വീണ്ടും പുതുതായിട്ട് ഒരു ടീച്ചർ ചെക്ക് ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നുവോ, അതായത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ 10% മാർക്ക് വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ വീണ്ടും പുതുതായിട്ട് ഒരു ടീച്ചർ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ടീച്ചറും കൂടി ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് വീണ്ടും ഈ ഒരു 10% കൂടുകയാണ് എങ്കിൽ വീണ്ടും മൂന്നാമതായിട്ട് ഒരു ടീച്ചർ ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതായത് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. അതേസമയം നിങ്ങൾക്ക് 10% ഒന്നും കൂടുന്നില്ലെങ്കിൽ വീണ്ടും പുതുതായിട്ട് രണ്ടാമതായിട്ട് ടീച്ചറൊന്നും ചെക്ക് ചെയ്യില്ല. അതായത് രണ്ടാമതായിട്ട് ടീച്ചർ ചെക്ക് ചെയ്യാതെ വീണ്ടും അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേപ്പർ വീണ്ടും ഈ ഒരു രണ്ടാമതായിട്ട് വീണ്ടും ഒരു ടീച്ചർ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ 10% ഒന്നും കൂടുന്നില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക്, അതായത് ഈ 2 ടീച്ചർ വാലുവേഷൻ ചെയ്തിട്ടും അതിൽ നിങ്ങൾക്ക് ഏതാണോ മികച്ചതായിട്ട് കിട്ടുന്നത് അതാണ് നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ടായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 10% മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ തിരികെ റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ റീഫണ്ടായിട്ട് കിട്ടുന്ന സമയത്ത് അതായത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 60 മാർക്കിൻ്റെ വിഷയത്തിൽ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് 30 കിട്ടിയത്. റീവാലുവേഷന് ശേഷം 60ൻ്റെ 10% ആയിട്ടുള്ള 6 മാർക്കോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ തിരികെ കിട്ടും. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പ് 40ഉം റീവാലുവേഷൻ 48 അതിൽ കൂടുതലോ, അതായത് 8 മാർക്ക് കൂടുതലോ അതിൽ 8ൽ കൂടുതലോ മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു പൈസ, അതായത് നിങ്ങൾ റീവാലുവേഷനായിട്ട് നൽകുന്ന 500 രൂപ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 10% കൂടുകയാണെങ്കിൽ പൈസ റീഫണ്ടായിട്ട് കിട്ടും. 10% കൂടിയിട്ടില്ലെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടിയ മാർക്കായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും ലഭിച്ചത് ഏറ്റവും കൂടിയ മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യുക. കുറഞ്ഞ മാർക്ക് പരിഗണിക്കുന്നതല്ല. ഇനി സ്ക്രൂട്ടിനി എന്താണ് എന്നുള്ളത് നോക്കാം. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ടീച്ചേഴ്സ് വീണ്ടും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതായത് എവിടെയെങ്കിലും മാർക്ക് കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ക്രൂട്ടിനി അത് സൂക്ഷ്മ പരിശോധനയിൽ ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് ചേഞ്ചഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ക്രൂട്ടിനി റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു
PDF ഉണ്ടാകും. അതുപോലെ തന്നെ എത്ര മാർക്കാണ് ചേഞ്ച് ആയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും അതിൽ കറക്റ്റായിട്ട് ഉണ്ടാകും. ഇനി ഫോട്ടോ കോപ്പി എന്താണെന്ന് പറയാം. അത് ഈ ഒരു സ്ക്രൂട്ടിനിക്ക് 100 രൂപയാണ് ഫീസ് വരിക. ഫോട്ടോ കോപ്പി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ കോപ്പിക്കുള്ള അപേക്ഷ നൽകാം. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കോപ്പി അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അതായത് ഏതെങ്കിലും ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീച്ചേഴ്സിനെ കൊണ്ട് ആ ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് വാലേഷൻ ചെയ്തിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതായത് നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് ആ ഒരു ടീച്ചേഴ്സ് സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് സ്കൂൾ വഴി അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ആ ഒരു പേപ്പർ വാലേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു റീവാലേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നാളെ രാവിലെ ആണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം നാളെ ഉച്ചവരെയാണ് പല സ്കൂളുകളിലും അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി എന്നിവയുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് PDF രൂപത്തിൽ അത് ഡൗൺലോഡ് ആയിട്ട് വരും. നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫോം വാങ്ങി ഫില്ല് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. വളരെ സിമ്പിളാണ്. വായിച്ച് നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പൂരിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്നുള്ളതിൽ ഫസ്റ്റിനെ ജസ്റ്റ് തടയുക. അതുപോലെ തന്നെ ഈ ഒരു മാർച്ച് 2024 എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതുപോലെ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ രജിസ്റ്റർ നമ്പർ എഴുതുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു പേരും അതായത് നിങ്ങളുടെ പേരല്ല നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ പേരും സെൻറ്ററിൻ്റെ നമ്പറും നിങ്ങൾ അവിടെ എഴുതുക. അതായത് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ ആ ഒരു പേരും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ കോഡുമാണ് അത് സെൻറ്റർ നമ്പറുമാണ് നൽകേണ്ടത്. അടുത്തതായി റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. അത് നിങ്ങളുടെ ജില്ല ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് എഴുതുക. അതായത് ഏത് ജില്ലയിലാണ് നിങ്ങൾ എക്സാമിനേഷൻ ചെയ്തത് ആ ഒരു ജില്ലയുടെ പേരാണ് എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ട് സീരിയൽ നമ്പറാണ്. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് ഇങ്ങനെ എഴുതുന്നതാണ് ഒരു സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ പാർട്ട് എന്ന് കൊടുത്തത് ഇംഗ്ലീഷാണ് നിങ്ങൾ ഈ ഒരു റീവാലേഷൻ അപേക്ഷിക്കുന്നതെങ്കിൽ പാർട്ട് 1. ഇനി സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ പാർട്ട് 2. ഇനി ബാക്കി ഏതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ അത് പാർട്ട് 3 ആയിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പാർട്ട് 1 എന്ന് എഴുതുക. അതിനുശേഷം നെയിം ഓഫ് പേപ്പർ ഇംഗ്ലീഷ് അതിന് ലഭിച്ച TE മാർക്കാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അതായത് +2 ലഭിച്ച TE മാർക്ക് എത്രയാണോ അത് നിങ്ങൾ എഴുതുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് റീവാലേഷനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അടുത്ത സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് അതായത് മലയാളമോ ഹിന്ദിയോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിന് എത്രയാണ് നിങ്ങളുടെ ആ ഒരു TE മാർക്ക് അതായത് ഈ ഒരു ഗ്രേസ് മാർക്കോ മറ്റോ കൂട്ടാതെയാണ് ഈ ഒരു TE മാർക്ക് നിങ്ങൾ എഴുതേണ്ടത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് റീവാലേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച ഗ്രേസ് മാർക്ക് പോകുമോ എന്നുള്ളത്. ഒരിക്കലും പോകുന്നതല്ല. നിങ്ങൾക്ക് ആ ഒരു ഗ്രേസ് മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 90% എബോവ് അതായത് ആ ഒരു മാർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് അവിടെ നിലനിർത്തും. അതിനുശേഷം റീവാലേഷൻ റിസൾട്ട് വരുന്ന സമയത്ത് ഇതിനോടൊപ്പം ആ ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 10 മാർക്കാണ് ഗ്രേസ് മാർക്ക് ഉള്ളതെങ്കിൽ അത് അതിനോടൊപ്പം ആഡ് ചെയ്തിട്ട് അതായത് ആ ഒരു ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിസൾട്ട് വരിക. അതായത് ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്താതെയാണ് റിസൾട്ട് വരിക. പിന്നീട് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സമയത്താണ് അതിലാണ് ഗ്രേസ് മാർക്കിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 സബ്ജക്റ്റ് വേണമെങ്കിൽ റീവാലേഷന് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സയൻസ് ഗ്രൂപ്പിൻ്റെ ആണെങ്കിൽ ഈ ഒരു ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി മാത്സ് എന്നിവ റീവാലേഷന് കൊടുക്കാൻ പറ്റില്ല. അതിന് വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം. ഇനി നിങ്ങൾ ഇതിനോടൊപ്പം മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അതായത് +2 റിസൾട്ടിൻ്റെ കോപ്പി എൻക്ലോഷർ അതായത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്ന് അതായത് ഇതിൻ്റെ കോപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ യെസ് ഇല്ലെങ്കിൽ നോ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രൂട്ടിനിക്ക് അതായത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് അപേക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ക്ലിക്ക് ചെയ്യുക. റീവാലേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല. കാരണം റീവാലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ഒരു പേപ്പർ വീണ്ടും ചെക്ക് ചെയ്യലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രൂട്ടിനിക്ക് നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ചോദിച്ചതാണ് 2 വിഷയം റീവാലേഷനും 2 വിഷയം സ്ക്രൂട്ടിനിക്കും നൽകാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതൊക്കെ വിഷയം സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കണം അല്ലെങ്കിൽ റീവാലേഷൻ അപേക്ഷിക്കണം ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 സബ്ജക്റ്റും റീവാലേഷനും സ്ക്രൂട്ടിനിക്കും ഫോട്ടോ കോപ്പിക്കും ഒക്കെ അപേക്ഷിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് നൽകാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറാണ് നൽകേണ്ടത്. ഇവിടെ പ്ലേസും ഡേറ്റും അതുപോലെ ഇവിടെ സിഗ്നേച്ചറാണ് ഇടേണ്ടത്. 500 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസായിട്ട് വരുന്നത് അതായത് ഈ ഒരു അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ഈ ഒരു സ്കൂൾ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഈ ഒരു
സ്ക്രൂട്ടിനിയുടെ ആപ്ലിക്കേഷൻ ഫോം വളരെയധികം സിമ്പിളായിട്ട് തന്നെയാണ് പൂരിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് പൂരിപ്പിക്കാം. ഈ ഒരു ഫസ്റ്റ് എന്നുള്ളത് തടഞ്ഞ ശേഷം മാർച്ച് 2024 എന്ന് എഴുതുക. ഈ ഒരു ഭാഗം സ്കൂളിൽ നിന്നാണ് പൂരിപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ, രജിസ്റ്റർ നമ്പർ ഇവിടെ, അതുപോലെ തന്നെ എക്സാം സെൻറ്ററിൻ്റെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുണ്ടാവും സെൻറ്ററിൻ്റെ പേരും അതുപോലെ തന്നെ സെൻറ്റർ നമ്പറും, അതുപോലെ ഇവിടെ നിങ്ങളുടെ ജില്ല എഴുതുക. ബാക്കിയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര വിഷയമാണ് സ്ക്രൂട്ടിനിക്ക് എഴുതുന്നത്, അത് പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 ആണ് ബാക്കി സബ്ജക്റ്റുകൾ. നിങ്ങൾ ഏതാണ് എഴുതുന്നത് അതിനനുസരിച്ച് അവിടെ പാർട്ട് എന്നുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് എഴുതുക. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പാർട്ട് 1 ആണെങ്കിൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതേണ്ടതാണ്. പാർട്ട് 1 ഇംഗ്ലീഷാണ്. അപ്പോൾ പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിന് ലഭിച്ച TE മാർക്ക് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കറക്റ്റായിട്ട് അത് പൂരിപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് 2 ഇംഗ്ലീഷ് നിങ്ങൾ ഈ ഒരു സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ട് 1 ഇംഗ്ലീഷ് എന്ന് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും സബ്ജക്റ്റുകളാണ് ഈ ഒരു സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ പാർട്ട് 2 എന്നും ബാക്കി സബ്ജക്റ്റുകളാണെങ്കിൽ പാർട്ട് 3 എന്നാണ് നൽകേണ്ടത്. അതുപോലെ TE മാർക്ക് മാത്രമാണ് ഈ ഒരു സ്കോർ എന്നുള്ള ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടത്. അത് ഗ്രേസ് മാർക്ക് കൂട്ടാതെയുള്ള മാർക്കാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും നൽകുക. അതിനുശേഷം നിങ്ങൾ റീവാലുവേഷൻ നൽകുന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ കാണിച്ച ആ ഒരു ഫോമാണ്. അപ്പോൾ അങ്ങനെ റീവാലുവേഷൻ കൂടി നൽകുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യുക, അതായത് ജസ്റ്റ് ടിക്ക് ഇടുക. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ബാക്കി അഡ്രസ്സ് നൽകുക, പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ നൽകുക. അതുപോലെ തന്നെ പ്ലേസ്, ഡേറ്റ് എന്നിവ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുശേഷം ഇവിടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം ഇതിന് 100 രൂപയാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഫോട്ടോ കോപ്പിക്കുള്ള ഫോമാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യാസമാണ് ഈ ഒരു ഫോമിൻ്റെ ആ ഒരു മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്നുള്ളത് തടിക, അതിനുശേഷം മാർച്ച് 2024 എന്ന് എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചലാൻ്റെയും ട്രഷറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, രജിസ്റ്റർ നമ്പർ എഴുതുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു പരീക്ഷാ സെൻറ്ററിൻ്റെ പേരും അതുപോലെ സെൻറ്ററിൻ്റെ നമ്പറും എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്ട്, അതായത് നിങ്ങളുടെ സ്കൂൾ നിൽക്കുന്ന ജില്ല ഏതാണെന്നുള്ളത് എഴുതുക. അതിനുശേഷം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞുള്ള NL സംഖ്യയാണ്. അപ്പോൾ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 1 ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കോപ്പി വേണമെങ്കിൽ മാത്രം പാർട്ട് 1 ഇംഗ്ലീഷ് അതിന് ലഭിച്ച സ്കോർ എഴുതുക. അതുപോലെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി വേണമെങ്കിൽ മാത്രം ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ആ ഒരു പാർട്ട് 1 അത് പാർട്ട് 2 എന്നും, അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതിൻ്റെ പേരും അതുപോലെ അതിന് ലഭിച്ച സ്കോറുമാണ് എഴുതേണ്ടത്. ഇനി ബാക്കി സബ്ജക്റ്റുകൾ മാത്രമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആ ഒരു ബാക്കി സബ്ജക്റ്റിൻ്റെ ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 3 എന്ന് എഴുതുക. അതിനുശേഷം നെയിം ഓഫ് പേപ്പർ, അതായത് ആ ഒരു സബ്ജക്റ്റിൻ്റെ പേപ്പർ, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് എന്ന് എഴുതുക. സ്കോർ എത്രയാണ് അതിന് ലഭിച്ചത് ആ ഒരു സ്കോർ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. നിങ്ങൾക്ക് 30 ആണോ 40 ആണോ എത്രയാണ് കിട്ടിയത് അതിനനുസരിച്ച് എഴുതുക. ഇനി കെമിസ്ട്രിയുടെ ഫോട്ടോ കോപ്പിയാണ് വേണ്ടതെങ്കിൽ പാർട്ട് 3 കെമിസ്ട്രി, അതുപോലെ തന്നെ അതിന് ലഭിച്ച സ്കോർ എത്രയാണോ ആ ഒരു സ്കോർ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയ ശേഷം ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണ്, അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, ഇവിടെ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് എഴുതുക. അതിനുശേഷം പിൻകോഡ്, ഫോൺ നമ്പർ, ഇവിടെ പ്ലേസ്, ഡേറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഒരു നിങ്ങളുടെ സിഗ്നേച്ചറാണ്. അപ്പോൾ 300 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോട്ടോ കോപ്പിക്ക് ഒരു വിഷയത്തിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ താല്പര്യത്തിനനുസരിച്ച് എത്ര വിഷയം വേണമെങ്കിലും റീവാലുവേഷൻ അപേക്ഷിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സയൻസ് ഗ്രൂപ്പിലെ കോഴ്സുകൾക്ക്, അതായത് ആ ഒരു സബ്ജക്റ്റുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ അപേക്ഷിക്കാൻ സാധിക്കില്ല. ഫോട്ടോ കോപ്പിക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് എത്ര വിഷയം വേണമെങ്കിലും, അത് വേണമെങ്കിൽ 6 വിഷയം വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകൾ ഒഴികെയുള്ള ഏതൊരു വിഷയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.